നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ട്രേഡിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർസും ഡിബഞ്ചേഴ്സും ബോൺസൊക്കെ പർച്ചേസ് ചെയ്യുകയും സോൾഡ് ചെയ്യുകയും ചെയ്യുന്ന പ്ലേസിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റീസ്, സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് ബോൺസ് തുടങ്ങിയ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഈസി ആക്കുകയും ചീപ്പാക്കുകയും ഫെയർ ആക്കുകയും ചെയ്യുക എന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി 1956 ആക്ട്, അതായത് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, ഇത് പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അതായത് നമുക്ക് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷനെ അസിസ്റ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെ, അത് ഇൻകോർപ്പറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ളൊരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് 1956 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫങ്ഷനാണ് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. അതായത് നമുക്കറിയാം, ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ മെയിനായിട്ട് സെക്യൂരിറ്റീസ്, ഷെയർസ്, ബോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇത്തരം സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്യാനും അത് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ഇവാലുവേഷൻ ആൻഡ് പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഈ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതും, അതായത് ഇപ്പോഴുള്ള ആ ഒരു ഏതൊരു സെക്യൂരിറ്റി ആണെങ്കിലും അതിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നതും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. ഇനി അടുത്തതാണ് സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ലീഗലി പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ അവിടെ ട്രേഡ് ചെയ്യുള്ളൂ. ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നില്ല. ഇത്തരത്തിലൂടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നു. നാലാമത്തതാണ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ദ കൺട്രി. അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും, നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിലും ഏതൊരു രാജ്യത്തിൻ്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഉറപ്പ് വരുത്തുക, അവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തുക തുടങ്ങിയ കാര്യമാണ്. ആ കാര്യത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റാണ്. ഇനി അടുത്തത് സ്പ്രെഡിങ് ഓഫ് ഇക്വിറ്റി കൾട്ട്. നമുക്കറിയാം, നമ്മളൊരു ഇൻവെസ്റ്റർ, നമ്മളൊക്കെ ഒരു ഓൺട്രപ്രണർ ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു ഷെയർസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഷെയർസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും ഇൻഫോർമേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനീസ് ഏതൊക്കെയാണ്, ഏതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഷെയർസിൻ്റെ പ്രൈസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നിന്നാണ്. ഇനി
പ്രൊവൈഡിങ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ വിത്തിൻ ദ പ്രൊവിഷൻ ഓഫ് ലോ. അതായത് ഇവിടെ നമുക്ക് ശരിക്കും നടക്കുന്ന സ്പെക്കുലേഷൻ തന്നെയാണ്, ഊഹക്കച്ചവടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ ഒരു സ്പെക്കുലേഷൻ്റെ ബേസിലാണ് നമുക്കത് ലാഭം കിട്ടുന്നതും കുറയുന്നതും ഒക്കെ. അപ്പം അതിന് ഈ സ്പെക്കുലേഷൻ, അതായത് ലീഗലായിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിലൂടെ അപ്പോൾ സ്പെക്കുലേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഫംഗ്ഷൻ ആക്ട് ആസ് എൻ എക്കണോമിക് ബാരോമീറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു കൺട്രീൻ്റെ എക്കണോമിക് ഗ്രോത്തിന് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി എട്ടാമത്തെ പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ് ആണ്. ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഓരോ ഇൻഡിവിജ്വൽസും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അതായത് സേവിങ് ആയിട്ട് മൊബിലൈസ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലൂടെയാണ് അല്ലേ. നമ്മളെ ഓൺട്രപ്രണേഴ്സ്, പല ഓൺട്രപ്രണേഴ്സും നല്ല ബിസിനസ് മാൻസൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുക, ഈ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ആളുകൾ, നല്ല ക്യാഷുള്ള ആളുകളൊക്കെ, റിച്ച് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഈ പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ സേവിങ് ആയിട്ട് മൊബിലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇക്കോണമിയിൽ ഗ്രോത്ത്, വളർച്ച ഉണ്ടാക്കപ്പെടുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ക്യാപിറ്റൽ നമുക്കറിയാം, ഫുൾ ക്യാപിറ്റലിലൂടെ, അതായത് ആവശ്യമായിട്ടുള്ള ഫുൾ ക്യാപിറ്റലിലൂടെ അത് ഫങ്ഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെയർസ് വിൽക്കപ്പെടുന്നത് വഴി ആ കമ്പനീസിൻ്റെയൊക്കെ ഗ്രോത്ത് ഉണ്ടാവുകയും ആ ഗ്രോത്ത് വഴി, കമ്പനീസിൻ്റെ ഗ്രോത്ത് വഴി നമ്മുടെ ഇക്കോണമിയിലുള്ള ഗ്രോത്തും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. അതായത് നമുക്കറിയാം സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ്, സെമി ഗവൺമെൻറ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. രണ്ടാമത്തതാണ് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ്. നമുക്കറിയാം സെക്കൻഡറി മാർക്കറ്റിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസ് പിന്നെയും അത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ബോൺസ്, ഷെയർസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഷെയർസ് അല്ല ഇവിടെ ഉള്ളത്, ഓൾറെഡി ട്രേഡ് ചെയ്യപ്പെട്ട, ഇഷ്യൂ ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതാണ് റെഗുലേറ്റ് ട്രേഡ് ഇൻ സെക്യൂരിറ്റീസ്. നമുക്കറിയാം, പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരാൾക്കും നേരിട്ട് ഒരു കമ്പനീൻ്റെ ഷെയർസ് നേരിട്ട് പോയിട്ട് ട്രേഡ് ചെയ്യാൻ, വാങ്ങാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിൻ്റെ കമ്പനീസിൻ്റെ ഷെയർസ് ശരിക്കും ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സ് വഴിയാണ്. അവിടെ ഒരു മീഡിയേറ്ററായിട്ട് ബ്രോക്കറാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഇൻചാർജ് എന്ന് പറയുന്നത്. അല്ലാതെ കമ്പനി നേരിട്ട് ഷെയർസ് ഒന്നും വിൽക്കൊന്നും ചെയ്യുന്നില്ല, ബ്രോക്കർ മുഖാന്തരമാണ് ഇവിടെ ട്രേഡ് നടത്തപ്പെടുന്നത്. ഓക്കെ, അതുവഴി സെക്യൂരിറ്റീസിൻ്റെ ട്രേഡൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഫീച്ചറാണ് ഡീലിംഗ് ഓൺലി ഇൻ രജിസ്റ്റേർഡ് സെക്യൂരിറ്റി. നമ്മളത് സേഫ്റ്റീൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇല്ലീഗലായിട്ടുള്ള ഒരു സെക്യൂരിറ്റീസും ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ട, ലീഗലി ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസ് മാത്രമേ ഇവിടെ ട്രേഡ് ചെയ്യുള്ളൂ. അടുത്തതാണ് ട്രാൻസാക്ഷൻ. നമുക്കറിയാം, ഈ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെക്യൂരിറ്റീസൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സ് മുഖാന്തരമാണ് സെക്യൂരിറ്റീസൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, നേരിട്ട് കമ്പനീസോ ഇൻഡിവിജ്വൽസും ഇൻവെസ്റ്ററും നേരിട്ട് അവിടെ പിന്നെ ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് മുഖാന്തരമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് നടത്തപ്പെടുന്നത്. അടുത്തത് ഓപ്പറേറ്റ്സ് ആസ് പെർ റൂൾസ്. അതായത് ഓപ്പറേറ്റ്സ് ആസ് പെർ റൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇത് സെക്യൂരിറ്റി, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിനെ മെയിനായിട്ട് നിയന്ത്രിക്കുന്ന ആളാണ് സെബി എന്ന് പറയുന്നത്. സെബീൻ്റെ ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ റൂൾസിനും റെഗുലേഷൻസിനും അനുസരിച്ചിട്ടാണ് ഏതൊരു നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സെബി. ഓക്കെ, അപ്പം ഈ സെബീൻ്റെ
റൂൾസും ഗൈഡ് ലൈൻസിനും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള പ്രാക്ടീസൊക്കെ ഇതുവഴി ഒഴിവാക്കുന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ള ഒരു കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ള ഇൻട്രഡക്ഷൻ നോക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് ഫങ്ഷൻസും കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഒരു ചെറിയൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു വലിയൊരു ഓൺട്രപ്രണർ ആയെന്ന് വിചാരിക്കാം. നമ്മൾ നല്ല റിച്ചായി, നമ്മളങ്ങനെ നല്ലൊരു ഉദ്യോഗസ്ഥയായി. ആ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുക. എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കുറച്ച് ഷെയർസൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ട്രേഡിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ. രണ്ടാമത്തത് ഓപ്പണിംഗ് ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി NSDL CDSL. മൂന്നാമത്തത് പ്ലേസിംഗ് ദ ഓർഡർ. നാലാമത്തത് എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ. ലാസ്റ്റ് സെറ്റിൽമെൻ്റ് ആണ്, T+2 സെറ്റിൽമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് സെലക്ഷൻ ഓഫ് ബ്രോക്കർ. നമുക്കറിയാം, നമുക്ക് നേരിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഏതൊരു ഇൻവെസ്റ്ററിനും നേരിട്ട് നമുക്ക് ഒരു ഷെയർ പോയിട്ട് വാങ്ങാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രോക്കർ മുഖേനയാണ് നമ്മൾ മിക്കവാറും എന്നല്ല, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് നമ്മൾ നല്ലൊരു ബ്രോക്കറിനെ അല്ലെങ്കിൽ സബ് ബ്രോക്കറിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ. എന്നിട്ട് അവരുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് നമ്മൾ വെക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ഓർ ബെനിഫിഷ്യൽ ഓണർ. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഓൺലൈൻ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഫോമിലാണ് നമ്മൾ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുക, അതായത് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, സെക്യൂരിറ്റി മാർക്കറ്റിലെ ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കുക എന്നാണ് രണ്ടാമത്തെ സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ ബ്രോക്കറിൻ്റെ മുഖേന നമുക്ക് ഇഷ്ടപ്പെട്ട സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഓർഡർ കൊടുക്കുക. നമുക്കത് ഇഷ്ടപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അവർ തരും. അതിന് ആ പ്രൈസ് ഡീറ്റെയിൽസും ബെസ്റ്റ് പ്രൈസൊക്കെ അനുസരിച്ച് നല്ലൊരു ഷെയറിൻ്റെ ഡീറ്റെയിൽസ്, ഏതാണ് നല്ല ഷെയർ, അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ഏതാണ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തരും. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ നമുക്കൊരു ഓർഡർ കൺഫർമേഷൻ സ്ലിപ്പ് ആര് തരും? ബ്രോക്കർ ഇൻവെസ്റ്ററിന് കൊടുക്കും. അതാണ് പ്ലേസിംഗ് ദ ഓർഡർ എന്ന പ്രൊസീജിയറിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ. എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ, നമുക്കത് ഒരു ഓർഡർ ഓക്കെ ആണെങ്കിൽ, നമ്മൾ ആ ഷെയർ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചാൽ അത് ബെസ്റ്റ് ഷെയർസ്, നമുക്ക് മാച്ചായിട്ടുള്ള ബെസ്റ്റ് ഷെയർസ് ഏതൊക്കെയാണ്, അത് ഏത് ബെസ്റ്റ് പ്രൈസിനാണ് അവൈലബിൾ ആവുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തരും. ഓൺലൈനായിട്ട് ട്രേഡ് നടത്താൻ ഒരുങ്ങുന്ന ഒരു സ്റ്റേജാണിത്. ഓക്കെ, അത് മാത്രമല്ല ഈ ട്രേഡ് നമുക്ക് നടത്തുകയാണ്, ട്രേഡ് കൺഫർമേഷൻ സ്ലിപ്പും ഇൻവെസ്റ്ററിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സിക്യൂഷന് ശേഷം, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വിത്തിൻ 24 hours ബ്രോക്കർ എന്ത് ചെയ്യും? ഒരു കോൺട്രാക്റ്റ് നോട്ട്, ഒരു എഗ്രിമെൻറ്റ് നമുക്ക് തരും. അതായത് നമുക്കത് ഓർഡർ ഓക്കെ ആണ് എന്നെങ്കിൽ, ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ത് വെച്ചാൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒരു 24 hours ഉള്ളിൽ തന്നെ നമുക്കൊരു കോൺട്രാക്റ്റ് നോട്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ബേസുള്ള ഒരു നോട്ട് നമുക്ക് തരും. കോൺട്രാക്റ്റ് നോട്ടിൽ ഉൾപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് എത്ര ഷെയർസാണ് നമ്മൾ വാങ്ങിയത്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, നമ്മൾ എപ്പോഴാണ് വാങ്ങുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എപ്പോഴാണ്, ബ്രോക്കറേജിൻ്റെ ചാർജ് എത്രയാണ് തുടങ്ങിയ അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ആ കോൺട്രാക്ട് നോട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതിന് മാത്രമല്ല അതിലൊരു യുണീക്ക് ആയിട്ടുള്ള ഓർഡർ കോഡ് നമ്പറും ഉണ്ടായിരിക്കും. ഓരോ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു സെക്യൂരിറ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട യുണീക്ക് ഓർഡർ കോഡ് നമ്പറും അതിൽ ആ ഒരു കോൺട്രാക്റ്റ് നോട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെറ്റിൽമെൻറ്റ്.
പ്രൊസീജിയർ. ഈ സെറ്റിൽമെൻറ്റ് പ്രൊസീജിയറോട് കൂടി തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ വാങ്ങി. എന്നാൽ അതിനുശേഷം നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ആ ഷെയർ വാങ്ങിയ ആളുടെ അക്കൗണ്ടിലേക്ക് സെക്യൂരിറ്റി ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാഷ്, ആ ബയർ കൊടുക്കുന്ന ക്യാഷ് സെല്ലറിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്യൂരിറ്റി നമ്മൾ വാങ്ങി, അത് നമ്മളെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ ആ സെക്യൂരിറ്റീസിൻ്റെ ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ നമ്മളെ അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു. അതേസമയം നമ്മൾ ആ സെക്യൂരിറ്റി വാങ്ങാൻ നമ്മൾ കൊടുത്ത ക്യാഷ് സെല്ലറിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജായിട്ടുള്ള സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് സൈക്കിൾ T+2 ഡേ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. T+2 ഡേ എന്ന് പറയുന്നത്, ടി എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തിയ ദിവസമാണ് ടി എന്ന് പറയുന്നത്. ഒരു മൺഡേ ആണെന്ന് വിചാരിക്കാം. 2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? +2 ഡേയ്സ്, അതായത് +2 ബിസിനസ് ഡേയ്സ് ആണ്. ഓക്കെ, നമ്മൾ മൺഡേ സെറ്റിൽമെൻറ്റ് നടത്തിയാൽ പ്ലസ് വെനസ്ഡേ ആണ് T+2 ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 കാര്യം പറയുന്നുണ്ട്. പേ ഇൻ ഡേ ഉണ്ട്, പേ ഔട്ട് ഡേ ഉണ്ട്. പേ ഇൻ ഡേ എന്ന് പറഞ്ഞാൽ ആസ് എൻ ഇൻവെസ്റ്റർ, നമ്മൾ ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ നമ്മളെ കയ്യിലേക്ക് ആ സെക്യൂരിറ്റി എത്തുന്നുണ്ടല്ലോ. അതേസമയം നമ്മൾ ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ദിവസത്തിനെയാണ് പേ ഇൻ ഡേ എന്ന് പറയുന്നത്. ഈ പേ ഇൻ ഡേ എന്ന് പറയുന്നത് T+2 ഡേൻ്റെ ബിഫോർ ആയിരിക്കും. രണ്ടാമത്തതാണ് പേ ഔട്ട് ഡേ. പേ ഔട്ട് ഡേ എന്ന് പറയുന്നത് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ഷെയർസ് ഡെലിവർ ചെയ്യുകയും അതേപോലെ തന്നെ ബ്രോക്കറിന് ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഡേ ആണ് പേ ഔട്ട് ഡേ എന്ന് പറയുന്നത്. അത് T+2 ഡേയിലായിരിക്കും പേ ഔട്ട് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേ ഇൻ ഡേയും പേ ഔട്ട് ഡേയും മാറിപ്പോരുത്. പേ ഇൻ ഡേ പറഞ്ഞാൽ നമ്മൾ എന്താക്കി, ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്യൂരിറ്റി വാങ്ങി നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ദിവസമാണ് പേ ഇൻ ഡേ. അത് T+2 ഡേൻ്റെ ബിഫോർ ആയിരിക്കും. ഓക്കെ, പേ ഔട്ട് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർസ് ഡെലിവർ ചെയ്യുന്ന ദിവസം, അതേ സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറിന് എന്ത് ചെയ്യുന്നുണ്ട്? പേയ്മെൻറ്റ് കൊടുക്കുന്ന ദിവസമാണ് പേ ഔട്ട് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ആരുടെ കയ്യിൽ പൈസ എത്തി? പേ ഔട്ട് ഡേയിൽ ബ്രോക്കറിൻ്റെ കയ്യിൽ പൈസ എത്തി. ആ ബ്രോക്കറിൻ്റെ കയ്യിൽ ഈ പേ ഔട്ട് ഡേ എന്ന് പറയുന്നത് ബ്രോക്കറിൻ്റെ കയ്യിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൈസ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന ദിവസമാണ് പേ ഔട്ട് ഡേ. ആ പേ ഔട്ട് ഡേയിൽ വിത്തിൻ 24 hours ഉള്ളിൽ തന്നെ ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യണം? ബ്രോക്കർ പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ. പേ ഔട്ട് ഡേയിൽ വിത്തിൻ 24 hours, അതായത് ബ്രോക്കറിൻ്റെ കയ്യിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ, ബ്രോക്കറിന് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ 24 hours ഉള്ളിൽ ഇൻവെസ്റ്റർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ ബ്രോക്കർ മെയിനായിട്ട് ഡിമാറ്റ് ഫോമിലാണ് ഷെയർസ് എന്ത് ചെയ്യുക? ഓൺലൈൻ ഫോമിലാണ് ഷെയർസൊക്കെ ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റർ ഡിമാൻഡ് അക്കൗണ്ട്. ഓക്കെ, അതായത് ഇൻവെസ്റ്ററിൻ്റെ ഓൺലൈൻ അക്കൗണ്ട് വഴി ഓൺലൈൻ്റെ ഫോമിലാണ് ഈ ബ്രോക്കർക്ക് എന്ത് ചെയ്യുന്നത്? ഷെയർസ് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത് നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് അതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. ഓക്കെ, നമ്മൾ ഏത് രീതിയിലാണ് അവിടെ ട്രേഡ് നടത്തപ്പെടുന്നത്, ആ ട്രേഡിംഗ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ്, 5 പ്രൊസീജിയറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ.